നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണില്ലേ വലിയൊരു ആൽമരം അതിൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു അമ്പലക്കുളമൊക്കെ അതുപോലത്തെ ഒരു സീനാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് കുളം. പക്ഷേ കുളം ആകെ കുളമായി കിടക്കുകയാണ്. ആകെ കച്ചറൊക്കെ നിറഞ്ഞ് ആകെ ഒരു അലങ്കോല അവസ്ഥയിലാണ്. പക്ഷെ അത് മഴയൊക്കെ പെയ്ത് ഒന്ന് സെറ്റ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പോയത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വലിയൊരു സ്വപ്നത്തിലേക്കാണ്. ആ സ്വപ്നത്തിലേക്കുള്ള വഴിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ആളുടെ കുടിയിരിക്കലാണ് കേട്ടോ. കുടിയിരിക്കൽ എന്ന് പറഞ്ഞാൽ ഹൗസ് വാമിങ് കേട്ടോ. നമ്മുടെ ഇവിടെ കുടിയിരിക്കൽ എന്നാണ് പറയുന്നത്. അങ്ങനെ കുടിയിരിക്കലുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം ആൾ നല്ല ബിസി ആയിരുന്നു. കാരണം എല്ലാവരും സ്വീകരിക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ കസിൻസും എൻ്റെ സിസ്റ്റർ മക്കളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വീട്. അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്ത വർക്കുകളൊക്കെ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ 2 ബെഡ്റൂമാണുള്ളത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഒരു ഡൈനിങ് ഹാൾ, ലിവിങ് ഏരിയ, പിന്നെ ഒരു കിച്ചൺ. എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ ഒരു വീട് എന്ന് പറയുന്നത്. എൻ്റെയും സ്വപ്നമാണ് അത് വീട്. എന്തെങ്കിലുമൊക്കെ പൂവണിയായിരിക്കും. അപ്പോൾ അല്ലൂട്ടി പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരുടെ അടുത്തേക്കും പോയി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആളങ്ങനെ എടുത്ത് നടക്കുകയാണെങ്കിൽ ആൾ ഓക്കെയാണ്. പോവാത്ത കേടോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. വന്നതിൽ വെച്ചിട്ട് അല്ലൂട്ടിയെ തോന്നുന്ന ഏറ്റവും ചെറിയ കുട്ടി കേട്ടോ. ഇതൊക്കെ എൻ്റെ കസിൻസാണ്. ഇനി ഞങ്ങൾ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇനിയൊരു ഒത്തുചേരൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇനി ആരുടെയും കല്യാണമോ നിശ്ചയമോ കൂടിയിരിക്കലൊക്കെ വരണം. എന്നാലും എൻ്റെ കസിൻസിനെ ഇനി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വരാനുള്ളത് അല്ലൂട്ടിൻ്റെ പിറന്നാളാണ് കേട്ടോ. അന്ന് ഇനിയിപ്പോൾ ഇവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഓക്കെ, ബൈ.